മഹാരാഷ്ട്രയിൽ ജനവിധിയെ വെല്ലുവിളിച്ച് ഇന്ത്യ സഖ്യം. നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാതെ ഇന്ത്യ സഖ്യത്തിൻ്റെ MLA-മാർ വിട്ടുനിന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ചാണ് സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, മത്സരിക്കുന്നു, ആരെങ്കിലും ഒരാൾ ജയിക്കുന്നു, പിന്നീട് ഭരണഘടനയുടെ കൂടി ഭാഗമാണ്, ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്, ജനവിധിയുടെ ഭാഗമാണ് സത്യപ്രതിജ്ഞ ചെയ്യൽ എന്നത്. പതിവായ ഒരു ആരോപണം, തോൽക്കുമ്പോഴൊക്കെയും പറയുന്ന ഒരു ആരോപണം മുന്നോട്ട് വെച്ച് മാറി നിൽക്കുന്നു ഇന്ത്യ സഖ്യത്തിലെ MLA-മാർ. എന്താണ് ഉണ്ടായത്? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പതിവായുള്ള ആരോപണം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. രാജ്യത്തിൻ്റെ പരമോന്നത കോടതി തന്നെ അടുത്തിടെ രൂക്ഷ ഭാഷയിലാണ് ഈ ഒരു ആരോപണത്തെ വിമർശിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ വോട്ടിംഗ് മെഷീനെ ക്രമക്കേട് ആരോപിക്കുന്നു. അവർ തന്നെ അടുത്തിടെ പല തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മഹാരാഷ്ട്രയിൽ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മഹാവികാസ് അഘാഡിയാണ്. അന്ന് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടില്ല. അവർ തോറ്റു കഴിഞ്ഞാൽ അവിടെയെല്ലാം വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടാണ് എന്ന വാദം ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമാണ് എന്ന കോടതികളും അതോടൊപ്പം തന്നെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൊതുസമൂഹവും ഇതേ ദിശയിൽ തന്നെ ഇപ്പോൾ ചിന്തിക്കുകയാണ്. പക്ഷേ മഹാവികാസ് അഘാഡിയുടെ MLA-മാർ ഇന്നലെ ചെയ്തത് സത്യപ്രതിജ്ഞ ചെയ്യാതെ വിട്ടു നിൽക്കുകയാണ്. അതായത് മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണമാണ് മഹാവികാസ് അഘാഡിയുടെ MLA-മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് 20 MLA-മാരും അതുപോലെ തന്നെ കോൺഗ്രസിന് 16ഉം NCP ശരത് പവാർ വിഭാഗത്തിന് 10 MLA-മാരുമാണ് ഉള്ളത്. ഈ MLA-മാർ ഇന്നലത്തെ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യില്ല. 3 ദിവസത്തേക്കാണ് മഹാരാഷ്ട്ര നിയമസഭ ചേർന്നത്. പുതിയ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായാണ് ഈ 3 ദിവസത്തെ അസംബ്ലി സെഷൻ മുംബൈയിൽ നടക്കുന്നത്. എന്തായാലും ഈ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശിവസേനയെ സംബന്ധിച്ച് അത് മുന്നോട്ട് അധികം കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. കാരണം രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 119(4) പ്രകാരം, അതായത് 190 പ്രകാരം ചൂണ്ടിക്കാണിക്കുന്നത് ഈ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു MLA 60 ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ ആ വിജയിച്ചു വന്നിട്ടുള്ള മണ്ഡലത്തെ വേക്കൻ്റായി ഇടുവാൻ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 190 ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വിജയിച്ച MLA-മാരുടെ മണ്ഡലങ്ങൾ വേക്കൻ്റ് ആക്കപ്പെടുകയും അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരികയും ചെയ്യുന്നു. അങ്ങനെ ഒരു ധൈര്യം കാണിക്കുമെന്ന് തോന്നുന്നില്ല. ഉള്ളത് കൂടി പോണ്ട എന്ന തീരുമാനം എടുക്കാനായിരിക്കുമല്ലോ അവർ ശ്രമിക്കുക. 2 കാര്യങ്ങൾ: ഒന്ന്, വോട്ടെടുപ്പ് തെറ്റായ രീതിയിലായിരുന്നു, ക്രമക്കേടുണ്ടായിരുന്നു എന്ന ആരോപണം. 2, ജയിപ്പിച്ചു വിട്ടവരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല എന്ന തീരുമാനം. അതായത് 2 തരത്തിലും ജനവിധിയെ വെല്ലുവിളിക്കുകയാണ്, തള്ളിക്കളയുകയാണ് ഇന്ത്യ സഖ്യത്തിലെ MLA-മാർ, അല്ലേ? കൃഷ്ണരാജ്, അതാണ്. അതായത് 2 രീതിയിലുള്ള വെല്ലുവിളി നടത്തുകയാണ്. ഒന്ന്, രാജ്യത്തെ ജനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് ആ ജനവിധിയെ അംഗീകരിക്കുന്നു. അതിനുശേഷം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നതിനെ പറ്റി പഠിച്ച് തിരികെ വരിക എന്നതാണ് രാഷ്ട്രീയ മര്യാദ എന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് പൊതുവെ കണ്ടുവരുന്ന കീഴ്വഴക്കങ്ങൾ അതൊക്കെയാണ്. പക്ഷേ അടുത്ത കാലത്തായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള ചില പ്രതിപക്ഷ പാർട്ടികൾ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാലും അവിടെല്ലാം വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് ആരോപിക്കുന്ന ഒരു ശൈലിയാണുള്ളത്. മഹാരാഷ്ട്രയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത് 4 മാസങ്ങൾക്ക് മുമ്പ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് ആണ് നേട്ടമുണ്ടാക്കിയത്. BJP നേതൃത്വം നൽകുന്ന മഹായുതിക്ക് കാര്യമായൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരുടെ സീറ്റുകൾ കുറയുക കൂടി ചെയ്തിരുന്നു. ദേശീയ തലത്തിൽ തന്നെ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതെ വന്നത് ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും തിരിച്ചടികളാണ്. അപ്പോൾ ആ സമയത്തൊന്നും വോട്ടിംഗ് മെഷീനെ പറ്റി ആർക്കും സംശയങ്ങൾ ഉണ്ടാകുന്നില്ല. മാത്രമല്ല, അടുത്ത കാലത്ത് പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP പരാജയപ്പെടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്കൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു സംസ്ഥാനമാണല്ലോ ജാർഖണ്ഡ്. ജാർഖണ്ഡിൽ കാടിളക്കിയുള്ള പ്രചരണമാണ് BJP നടത്തിയത്. അസോം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയൊക്കെ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയതാണ്. പക്ഷേ അവിടെ BJP അധികാരത്തിലേക്ക് വന്നില്ലെന്ന് മാത്രമല്ല,
19 സീറ്റുകളിൽ നിന്നും വീണ്ടും കുറയുക കൂടി ചെയ്തിരിക്കുകയാണ് BJPയുടെ സീറ്റുകൾ. അപ്പോൾ അവിടെ വോട്ടിംഗ് മെഷീനെതിരെ പരാതി ഉയരുന്നില്ല. മഹാരാഷ്ട്രയിൽ തിളക്കമാർന്ന വിജയം ഉണ്ടാകുമ്പോൾ അവിടെ വോട്ടിംഗ് മെഷീൻ മോശമാണെന്ന് പറയുക ഇതൊരു പരിഹാസ്യമാകുന്ന സ്വയം പരിഹാസ്യമാകുന്ന രീതിയാണ്. രമേശ് ചെന്നിത്തലയെ പോലെയൊക്കെയുള്ള നേതാക്കളാണ് ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനെതിരെ വലിയ വിമർശനം പൊതുസമൂഹത്തിനിടയിലും രാജ്യത്തെ കോടതികളിൽ നിന്നൊക്കെ ഇവർ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. രണ്ടാമത്തെ വിഷയം നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളോടുള്ളൊരു വെല്ലുവിളി കൂടി തന്നെയാണ്. കാരണം ജനങ്ങൾ ഒരു മണ്ഡലത്തിൽ നിന്നും ഒരു MLA തെരഞ്ഞെടുത്ത് വിട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ആദ്യത്തെ നീക്കം എന്നത് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പ്രത്യേക സെഷൻ ഗവർണർ വിളിച്ചു ചേർക്കുന്ന ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉപമുഖ്യമന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മുഖ്യ പ്രതിപക്ഷമായിരിക്കുന്ന ഒരു മുന്നണിയുടെ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്ന് വെല്ലുവിളിക്കുന്നു. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയാണ് ഇത് കേവലം ഒരു വെല്ലുവിളിയും നാടകവും ഒക്കെ കാണിച്ച് 1-2 ദിവസത്തേക്കുള്ള ഒരു ഡ്രാമ എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അല്ലാതെ അത് നീണ്ടുപോയാൽ ഒരു 60 ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 190ാമത് ആർട്ടിക്കിൾ അനുസരിച്ച് ഈ MLA-മാരെ അയോഗ്യരാക്കുക അല്ലെങ്കിൽ അവർ വിജയിച്ചു വന്ന മണ്ഡലങ്ങൾ വേക്കൻ്റായി പ്രഖ്യാപിക്കാനും സാധിക്കും. അതിനാൽ തന്നെ ഇത് താൽക്കാലികമായി ഒരു അനാവശ്യമായ നാടകം കളിച്ചുകൊണ്ട് സമയം കളയാനുള്ളൊരു ശ്രമമാണ് മഹാവികാസ് അഘാഡിയുടെ MLA-മാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കൃഷ്ണരാജ്, മഹാരാഷ്ട്രയിൽ ജനവിധിയെ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യ സഖ്യം. നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാതെ ഇന്ത്യ സഖ്യത്തിൻ്റെ MLA-മാർ വിട്ടുനിന്നു. 60 ദിവസത്തിനുള്ളിൽ ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്യണം. ഈ വോട്ട് അപ്പോഴേക്കും മാറില്ലല്ലോ ഈ ആരോപണം. അത് സംഭവിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നമ്മുടെ ഒരു പ്രേക്ഷകനായ പ്രകാശൻ വേലുക്കുട്ടി പറയുന്നുണ്ട്, ജിഹാദി കോൺഗ്രസിൽ നിന്ന് ഇതൊക്കെ അല്ലാതെ വേറൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന്.